ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വേർഡ് ബുക്കിൽ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉന്മേഷമില്ലായ്മ, അലസമായി, മതിമറന്ന്, ചമ്മിയ, നാണക്കേട്, അപമാനം, കുത്തുവാക്ക്, ഇങ്ങനെ കുറേ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഉന്മേഷമില്ലായ്മ, എനിക്ക് ഉന്മേഷം ഇല്ലായിരുന്നു പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽഡായിട്ട് കുറേ വേർഡ്സ് യൂസ് ചെയ്ത് പറയും. ഐ ഫീൽ വെരി ടയേർഡ്, ഐ ഫീൽ ദാറ്റ് ഐ എം നോട്ട് ആക്റ്റീവ് ഇനഫ്, അല്ലേ? അലസമായി, ഐ ഫീൽ ലേസി, ഐ ഫീൽ ഫാറ്റീഗ്, അല്ലേ? മറന്ന്, ഐ ഫൊഗോട്ട് മൈസെൽഫ് ഇൻ ദ സിറ്റുവേഷൻ, ഐ വാസ് അണേബിൾ ടു കൺട്രോൾ മൈസെൽഫ്. ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയുമ്പോൾ എക്സാക്റ്റ് വേർഡ് നമ്മൾക്ക് അറിയില്ല. അപ്പോൾ എക്സാക്റ്റ് വേർഡ് എന്താ നമുക്ക് പഠിക്കാനാണെന്ന് പോകുന്നത്? സ്ലഗ്ഗിഷ്, ലാക്ക് ഓഫ് എനർജി, ടയേർഡ്നെസ്, സ്ലോ ആൻഡ് ഇനാക്റ്റീവ് നമ്മൾ സ്ലഗ്ഗിഷ് പറയും. അതായത് ശാരീരികമായും മാനസികമായും ക്ഷീണം അനുഭവിക്കുമ്പോൾ നമ്മൾ സ്ലഗ്ഗിഷ്. ഐ ഫീൽ സ്ലഗ്ഗിഷ് ആഫ്റ്റർ സാറ്റർഡേ. ഒരാഴ്ച മൊത്തം ജോലിക്ക് പോയ ശേഷം സാറ്റർഡേ ആകുമ്പോഴേക്കും ഞാൻ സ്ലഗ്ഗിഷ് ആവും, ഇനാക്റ്റീവ് ആവും, സ്ലോ ആവും. അത്രയൊന്നും ക്വിക്കായിട്ട് എനിക്ക് ബ്രിസ്ക്കായിട്ട് വർക്ക് ചെയ്യാൻ തോന്നില്ല, പതുക്കെ ഞാൻ വർക്ക് ചെയ്യുള്ളൂ. ഐ ഫീൽ സ്ലോ, ലാക്ക് ഓഫ് എനർജി. ഉന്മേഷമില്ലായ്മ, അലസമായി എന്നൊക്കെ നമ്മൾ പറയും. ഇനി കിച്ചണിൽ നമ്മൾ ഡിഷസ് വാഷ് ചെയ്യുമ്പോൾ വെള്ളം പോവാതിരിക്കുമ്പോൾ കിച്ചണിൽ ഹൗസ് മേക്കേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഹോം മേക്കേഴ്സ് അല്ലെങ്കിൽ നമ്മൾ മദേഴ്സ് എന്ത് പറയും? മൈ കിച്ചൺ ഡ്രെയിൻ ഈസ് സ്ലഗ്ഗിഷ്. എൻ്റെ കിച്ചൺ ഡ്രെയിൻ സ്ലഗ്ഗിഷ് ആണ്. മൈ കിച്ചൺ ഡ്രെയിൻ ഈസ് സ്ലഗ്ഗിഷ്. ഐ ഹാവ് എ സ്ലഗ്ഗിഷ് ഡ്രെയിൻ ഇൻ മൈ കിച്ചൺ. That is, the water flows very slowly. The water moves through the sink very slowly. അപ്പോൾ ഈ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സിങ്കിൽ വെള്ളം പതുക്കെ പോകുമ്പോൾ സ്ലഗ്ഗിഷ് ഡ്രെയിൻ പറയും. സ്ലഗ്ഗിഷ് മീൻസ് സ്ലോ, ഇനാക്റ്റീവ്. ഡെലീറിയസ്. എന്താ ഡെലീറിയസ്? മതിമറന്ന്, സ്വബോധമില്ലാതെ, തന്നെത്താൻ മറന്ന്, ഞാൻ എന്നെ തന്നെ മറന്നുപോയി, അല്ലേ? ചിലപ്പോൾ നമ്മൾക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നത് നല്ല ഫീവറൊക്കെ വരുമ്പോഴായിരിക്കും. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അല്ലേ? ഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഡ്യൂ ടു ഹൈ ഫീവർ, ദ ഗേൾ വാസ് ഡെലീറിയസ്. വിന്നിങ് എ ലോട്ടറി, ഒരു ലോട്ടറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. നമ്മൾ എക്സൈറ്റ്മെൻറ്റോട് ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ കാണിക്കണം നമ്മൾക്ക് അറിയില്ല. വിന്നിങ് എ ലോട്ടറി മാത്രമല്ല, അൺഎക്സ്പെക്റ്റഡായിട്ട് എന്തെങ്കിലും ഗുഡും ബാഡും ഉണ്ടായാൽ നമ്മൾ തന്നെത്താൻ മതിമറന്ന് ചെയ്യുന്ന അവസ്ഥയാണ് ഡെലീറിയസ്, ഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, സ്വബോധമില്ലാത്ത അവസ്ഥ. ഐ ഫെൽ ഡെലീറിയസ് വിത്ത് ഗ്രീഫ് ഹിയറിങ് ദിസ് ബാഡ് ന്യൂസ്. ഈ ബാഡ് ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ മറന്നുപോയി പറയും. ചിലപ്പോൾ നമ്മൾ സന്തോഷം കൊണ്ടായിരിക്കും. ഇവിടെ ഗ്രീഫ് ആണ്, ദുഃഖമാണ്, ബാഡ് ന്യൂസാണ്. അപ്പം എനിക്കത് കേട്ടിട്ട് എന്താണെന്നറിഞ്ഞില്ല, എന്നെ തന്നെ ഞാൻ ഒരു മിനിറ്റ് മറന്നുപോയി. ഞാൻ എവിടെയാണെന്ന് എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. മറന്ന്, സ്വബോധമില്ലാതെ, തന്നെത്താൻ, ഡെലീറിയസ്. എംബാരസ്ഡ്, ചമ്മിയ അവസ്ഥ, അല്ലേ? നമ്മൾ ആരുടെങ്കിലൊക്കെ മുമ്പ് ചമ്മുമ്പോൾ what do we do? Embarrassed. I felt embarrassed in front of my friend when my mother scolded me. അമ്മ സ്കോൾഡ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിൽ എംബാരസ്ഡ് ആയി, ഞാൻ ചമ്മിപ്പോയി. അബാഷ്മെൻറ്റ്, അബാഷ് എന്നൊക്കെ പറഞ്ഞാൽ നാണം കെടുത്തുക, നാണിപ്പിക്കുക. ഡിസ്ഗ്രേസ്, ഷെയിംലെസ്നെസ്, നാണക്കേടാക്കുക, അപമാനമാക്കുക. ഡിസ്ഗ്രേസ്, അബാഷ്മെൻറ്റ്. ഇനി കുത്തുവാക്ക് പറയും, അല്ലേ? നമ്മൾ സാധാരണ താഴെ ജോലി ചെയ്യുന്ന ആൾക്കാരെ, നമ്മുടെ വീട്ടിൽ വരുന്ന സെർവൻസിനെ, നമ്മളുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ ഒന്ന് അടിച്ചിരുത്താൻ വേണ്ടി നമ്മൾ കുത്തുവാക്ക് പറയും. ക്വിക്ക്, ക്വിർക്ക്. ക്വിർക്ക് വെച്ചാൽ വിലക്ഷണ ശീലമുള്ള, ദാറ്റ് ഈസ് എ സ്ട്രേഞ്ച് ബിഹേവിയർ. ഇനി എലേറ്റഡ്, ഹൈ സ്പിരിറ്റഡ്, ആവേശഭരിതമാവുക. ആവേശഭരിതനായി ചെയ്യുന്ന വർക്കിന് നമ്മൾ ഈസ് എലേറ്റഡ്, ഹീ ഈസ് ഹൈ സ്പിരിറ്റഡ്, ഹീ ഈസ് ഡിലൈറ്റഡ്. മോർ ഹാപ്പിനെസ് വരുമ്പോൾ, നമ്മൾ ഹൈ സ്പിരിറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ
വി സേ ഐ ആം എലേറ്റഡ്, ഐ ആം ഹാപ്പി ഇനഫ്. ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യാം. എംബാരസ്ഡ് ചമ്മിയ അവസ്ഥ, എബാഷ്മെൻറ്റ് അല്ലെങ്കിൽ അപമാനം, നാണം കെടുത്തൽ, നാണക്കേട്, ക്വിർക്ക് കുത്തുവാക്ക്, ക്വിർക്കി വിലക്ഷണശീലമുള്ള ആൾ, അതായത് സ്ട്രെയിഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുക, നമ്മൾ ഒരു പരിചയവും ഇല്ലാത്ത പോലെ, നമ്മൾ അവഗണിക്കുന്ന പോലെ ഒക്കെ ബിഹേവ് ചെയ്യുന്നതിന്. എലേറ്റഡ് വെച്ച് ഹൈ സ്പിരിറ്റഡ്, ആവേശഭരിതനായിരിക്കുന്ന സമയത്ത് ഐ ഫീൽ എലേറ്റഡ്, എനിക്ക് ഭയങ്കര ആവേശം തോന്നുന്നു, ഐ ഫീൽ എലേറ്റഡ്. ഡെലീറിയസ് തന്നെത്താൻ മറന്ന അവസ്ഥ. സ്ലഗ്ഗിഷ് ഉന്മേഷം കുറഞ്ഞ അവസ്ഥ. അപ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. ഇനി നമ്മൾ നീട്ടി വലിച്ച് ഞാൻ കുത്തുവാക്ക് പറയുന്ന ആൾ, ഹീ ഈസ് ഹോട്ട് ആൻസറിങ് മീ, ഹീ ഈസ് ബിഹേവിങ് സ്ട്രേഞ്ച്ലി ടുവേർഡ്സ് മീ ഒന്നും പറയേണ്ട. ക്വിർക്കി സ്ട്രേഞ്ച് ബിഹേവിയർ. ഹൈലി സ്പിരിറ്റഡ്, ഹീസ് ഹൈ സ്പിരിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് എലേറ്റഡ്, ഐ ആം എലേറ്റഡ് അറ്റ് ദിസ് റിസൾട്ട്, ഐ ആം എലേറ്റഡ് ആഫ്റ്റർ ദിസ് ഫങ്ഷൻ, ഐ ആം ഡിലൈറ്റഡ്. ഓക്കെ. ഡെലീറിയസ് തന്നെത്താൻ മറന്ന. ഡെലീറിയസ് ആവേശഭരിതനായി, ഭ്രാന്തത്വം, ദറ്റ് ഈസ് ഹാപ്പി ആയാലും സോറോ ആയാലും നമുക്ക് തോന്നുന്ന ഭ്രാന്തചിത്തമായി തോന്നുന്ന, സ്വബോധമില്ലാതെ പെരുമാറുന്ന അവസ്ഥ, ആനന്ദം കൊണ്ട് ഉന്മത്തനായ അവസ്ഥ, തന്നെത്താൻ മറന്ന അവസ്ഥയിനൊക്കെ നമ്മൾ ഡെലീറിയസ് എന്ന് പറയും. സ്ലഗ്ഗിഷ് നമ്മൾ നേരത്തെ പറഞ്ഞു, എനർജി സ്ലോ ആയിട്ടുള്ള അവസ്ഥ, ടയേർഡ്നെസ്, ഇനാക്റ്റീവ് ഒക്കെ ആയിരിക്കുമ്പോൾ. സ്ലോ ആയിട്ട് എന്ത് ചെയ്യുന്നതിനും നമ്മൾ സ്ലഗ്ഗിഷ് എന്ന് പറയാൻ പറ്റും, വിതൗട്ട് എനി എനർജി. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എംബാരസ്ഡ് ചമ്മിയ. ഇനി നമ്മൾ വലിയ വലിയ വേർഡ്സ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യില്ല. അബാഷ്മെൻറ്റ് ഡിസ്ഗ്രേസ് അല്ലെങ്കിൽ ഷെയിംലെസ്നെസ് അല്ലെങ്കിൽ അപമാനം. ക്വിക്ക് കുത്തുവാക്ക്. ക്വേക്കി വിലക്ഷണശീലമുള്ള സ്ട്രേഞ്ച് ബിഹേവിയർ. ആൻഡ് എലേറ്റഡ് ഹൈ സ്പിരിറ്റഡ്. ഡെലീറിയസ് തന്നെത്താൻ മറന്ന അവസ്ഥ, സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ആവാം. സ്ലഗ്ഗിഷ് ഉന്മേഷം നിറഞ്ഞ. ഈ വേർഡ്സ് ആപ്റ്റായിട്ട് നമ്മൾ ലൈഫിൽ യൂസ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരാൾ വിലക്ഷണശീലമുള്ള ആളാണ് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ക്വേക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യില്ല, സ്ട്രേഞ്ച് ബിഹേവിയർ, ഹീ ഈസ് ബിഹേവിങ് സ്ട്രേഞ്ച്ലി ടു മീ എന്നൊന്നും പറയണ്ട, ഹീ ഈസ് ക്വിർക്കി എന്ന് പറഞ്ഞു. ക്ലാസ് കേട്ടില്ലേ? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ്. ഇനി ആദ്യമായിട്ട് ക്ലാസ് കേൾക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കില്ല എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാനും ഒട്ടും മടി കാണിക്കേണ്ട. താങ്ക്സ് എ ലോട്ട്. നിങ്ങളുടെ കെയറിനും നിങ്ങളുടെ സപ്പോർട്ടിനും I have to thank you wholeheartedly. Thank you once again.